വന്നല്ലോ മാറണം. ഈ മരക്കുരിശിനെ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈ അമിക്കിന്റെ ഈ വരവിൽ എന്തോ പന്തികേടുണ്ടെന്നാണ് ഞമ്മക്ക് തോന്നുന്നത്. ഒരു കള്ള ലക്ഷണം. എനിക്ക് ജയ് വിളിക്കാൻ ഫാൻസുകാരെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഒരുത്തനെയും കാണാനില്ലല്ലോ. 100 രൂപ വെച്ച് 50 പേരെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പച്ചാള സാറ് പറഞ്ഞതാണല്ലോ. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ബിസിനസ് കൊണ്ടുപോയ എന്നെ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ നാട്ടുകാരില്ല സമൂഹം മൊത്തം കല്ലെറിഞ്ഞപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പറയണേ കേട്ടെ, അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ. ഈ വാർത്ത കേട്ട് മണിയൂർ ഗ്രാമം ഞെട്ടണം. അസൂയാലിക്കളുടെ തലമണ്ടകൾ പടപടപടപടേന്ന് പൊട്ടിത്തെറിക്കണം. ഇനി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങിയാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? 5 പേരുമായി തുടങ്ങി ഇവിടെ വരെ എത്തിച്ചെങ്കിൽ അത് 500ഉം 5000ഉം ആക്കാൻ എനിക്ക് കഴിവുണ്ട്. അല്ലാതെ ഞാനൊരു മൊബൈൽ എടുത്തോണ്ട് തെക്കോട്ട് വടക്കോട്ട് നടക്കുകയല്ല. ദരിദ്രവാസി ജന്മത്തിനൊന്നും പുണ്യം കിട്ടാൻ പോണില്ല. എനിക്ക് എൻ്റെ കഴിവ് എനിക്ക് ആനയ്ക്ക് ആനയുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ ഒക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. ആനയ്ക്ക് ആനയുടെ വലിപ്പത്തിൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എൻ്റെ ഒക്കെ വലിപ്പത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. അതിപ്പോ ലാഭായല്ലോ. എന്തു വലിയ തത്വം നിറഞ്ഞ ഉദാഹരണം! ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? എൻ്റെ നാട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഫീലൽ ഫഷിയെ പോലെ പറന്നുയരും. കോമഡി പറഞ്ഞെന്നെ ചിരിപ്പിക്കല്ലേ, എന്റെ വയറ്റിൽ നീര് വീഴും. നിങ്ങൾ പോയി മെയ് അടങ്ങി പണി ചെയ്ത് നിങ്ങളുടെ കാര്യം നോക്കിക്കോ. എന്താണ് കേസ്? പ്രാന്താശുപത്രിയാണെന്ന് കരുതി വന്നാണോ? എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. ഇപ്പൊ ഞാൻ പോട്ടെ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം, കാണണം.